ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ വീടിൻ്റെ അകത്ത് നമ്മൾ പുതിയ വീട് കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് പ്രയർ ഏരിയ ചെയ്യാറുണ്ട്. പ്രയർ ഏരിയ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും അപ്പോൾ അതിന് ഫിനിഷിംഗ് ആവുന്നതിന് മുന്നുള്ള വീഡിയോയും കാണിച്ചു തരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഫിനിഷിംഗ് ആവുന്നതിന് മുന്നാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രയർ ഏരിയ വരുന്ന ഏരിയയാണ് നമുക്ക് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിൽ എവിടെയാണ് നമ്മൾ ആദ്യമേ തന്നെ പ്രയർ വയ്ക്കാവുന്ന ഏരിയ ചെറിയൊരു സ്പേസാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതാണോ ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം കൊണ്ട് തട്ട് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് ബൈബിൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആ ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാനുള്ളതിന് മുന്നായിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് മൾട്ടിവുഡാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൻ്റെ ഫുള്ള് വർക്ക് മൊത്തം വരുന്നത് മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രയർ ഏരിയ ചെയ്തിരിക്കുന്നു. അപ്പോൾ LED സ്ട്രിപ്പ് കൊടുക്കാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം സൈഡിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്നായിട്ട് 2 സ്പോട്ട് ലൈറ്റുകൾ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാച്ചു വേണമെങ്കിൽ സ്റ്റാച്ചു വയ്ക്കാം, അതായത് രൂപങ്ങൾ വേണമെങ്കിൽ രൂപങ്ങൾ വയ്ക്കാം. ഇനി അതല്ല നമുക്കാണെങ്കിൽ ഫോട്ടോസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോട്ടോസും വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രൂപക്കൂട് നമ്മളിവിടുന്ന് താഴെ തൊട്ട് ഏറ്റവും ബേസ്മെൻറ്റ് തൊട്ട് കൊടുത്തിരിക്കുന്നു. LED സ്ട്രിപ്പാണ് ആ പറയുന്ന ഗ്യാപ്പുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന വർക്ക് കാര്യങ്ങൾ മൾട്ടിവുഡിൻ്റെ വർക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഫിനിഷിങ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ തേക്കോ അതുപോലെ രീതിയിലേക്ക് നമുക്ക് വരച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് നല്ലൊരു പെയിൻറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് നമുക്ക് ഏത് ഡിസൈൻ വേണമെന്നുള്ളത് ചെയ്തു തരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, നമ്മൾ രൂപക്കൂടിൻ്റെ ഏരിയയൊക്കെ ഒരുപാട് ഇരുണ്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ലൈറ്റ് കളറുകൾ, ഇപ്പോൾ ഈ കളറിൽ തന്നെ ചെറിയ തേക്കിൻ്റെ ഡിസൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇരുണ്ട കളർ ഈട്ടി അതുപോലുള്ള കളറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇരുണ്ടിരിക്കുന്ന എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കളറുകൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വൈറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് വർക്കോ, ഇനി അതല്ലെങ്കിൽ ടൈലിനേക്കാൾ നല്ല ടെക്സ്റ്റ് വർക്കാണ് ലൈറ്റ് കളറിലുള്ള ടെക്സ്റ്റ് വർക്ക്. അന്ന് ലൈറ്റ് വരുന്ന സമയത്ത് ഐവറി കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും വരുന്നത്. എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓവറായിട്ട് ലൈറ്റ്സ് കൊടുക്കാതിരിക്കുക. അതായത് മിനിമം ഒരു 3 ലൈറ്റ്സ് അല്ലെങ്കിൽ 2 ലൈറ്റ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ LED സ്ട്രിപ്പ് കൊടുക്കുക. LED സ്ട്രിപ്പ് എന്നാൽ ഓവറായിട്ട് ബ്രൈറ്റ്നസ് വരാത്ത രീതിയിൽ ഭിത്തിമയ്ക്ക്, അതായത് നമ്മൾ ചുമരുമയ്ക്ക് എടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ 1-2 സ്പോട്ട് ലൈറ്റുകൾ മുകളിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും ഓവർ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ വെളിച്ചം ഓവർ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി പ്രാർത്ഥിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവർ വെളിച്ചമില്ലാത്ത രീതിയിൽ അന്ന വെളിച്ചം ഉണ്ടാവുകയും ചെയ്യണം, ഒന്ന് ഇരുണ്ട് പോവുകയും ചെയ്യരുത്. അന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. ഒരു ലൈറ്റുകളും നമ്മുടെ മുഖത്തേക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ കൊടുക്കാതിരിക്കുക. നമുക്ക് അപ്പോൾ അവിടെ ഇന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഭിത്തിമേക്ക് ലൈറ്റുകൾ കൊടുക്കുക. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ സ്റ്റാച്ചു ആണെങ്കിൽ സ്റ്റാച്ചുവിലേക്ക്, അതിൽ രൂപമാണെങ്കിൽ അതിലേക്ക് വരുന്ന രീതിയിൽ, മുഖത്തേക്ക് വരുന്ന രീതിയിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന 2 സ്പോട്ട് കാണാൻ സാധിക്കും. അത് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ടിൽറ്റ് ചെയ്യുന്ന മോഡൽ കിട്ടും. നമുക്ക് രൂപത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണമെങ്കിൽ എങ്ങോട്ടും ടിൽറ്റ് ചെയ്യുന്ന മോഡൽ കിട്ടും. അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയിരിക്കില്ല, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.